ലോകത്തിലും ബോക്സ് ഓഫീസിൽ ആഘോഷമാക്കുകയാണ് നോളന്റെ ഇന്റർസ്റ്റെല്ലാർ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ക്രിസ്റ്റഫർ നോളൻ സിനിമയ്ക്ക് ലോകമെമ്പാടും വലിയ ആരാധക വൃന്ദമാണെന്നതിൽ ആർക്കും വലിയ സംശയമൊന്നുമില്ല. 2014 ഇറങ്ങിയ ഇന്റർസ്റ്റെല്ലാർ എന്ന ചിത്രത്തിനും ലോകമെമ്പാടും വലിയ ആരാധകരാണുള്ളത്. റിലീസിന് പിന്നാലെ വലിയ പ്രേക്ഷക പ്രശംസ നേടിയ ക്രിസ്റ്റഫർ നോളൻ ചിത്രമായിരുന്നു ഇത്. ഒരു സയൻസ് ഫിക്ഷൻ ഡ്രാമയായി ഒരുങ്ങിയ സിനിമ ഇന്നും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയാണ്. സിനിമയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ ചിത്രം കഴിഞ്ഞ ദിവസം റിലീസിനെത്തിയിരുന്നു. റിലീസ് ചെയ്ത് 4ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ മികച്ച കളക്ഷനാണ് സിനിമ നേടുന്നത്. ആദ്യ 3 ദിനങ്ങൾ കൊണ്ട് തന്നെ 10.5 കോടി രൂപയാണ് ചിത്രം ഇന്ത്യയിൽ നിന്നും നേടിയിരിക്കുന്നത്. ചുരുക്കം ദിവസം മാത്രമാണ് ചിത്രം ഇന്ത്യയിൽ പ്രദർശനം നടത്തുകയെന്നതിനാൽ പ്രവൃത്തി ദിനങ്ങളിലെ ടിക്കറ്റുകളിൽ വലിയൊരു ശതമാനവും ഇതിനകം തന്നെ വിറ്റുപോയിട്ടുണ്ട്. ഇതോടെ ഒരു ഹോളിവുഡ് റിലീസ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ എന്ന റെക്കോർഡ് സിനിമ സ്വന്തമാക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ നിഗമനം. നിലവിൽ ഈ റെക്കോർഡ് ടൈറ്റാനിക്കിന്റെ പേരിലാണ്. 20 കോടി രൂപയായിരുന്നു ടൈറ്റാനിക് റിലീസ് ചെയ്തപ്പോൾ നേടിയത്. അതേസമയം ഇന്റർസ്റ്റെല്ലാറിന് എല്ലായിടത്തും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരക്ക് കൂടുന്നതിനനുസരിച്ച് ഐമാക്സ് ഉൾപ്പെടെ പല തിയേറ്ററുകളിലും എക്സ്ട്രാ ഷോകൾ കൂടി വെക്കുന്നുണ്ട്. ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. ചിത്രം ഐമാക്സിൽ ഏറ്റവും മികച്ച അനുഭവമാണ് നൽകുന്നതെന്നും ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ചിത്രം ഒരു വിസ്മയമായി തുടരുന്നുവെന്നുമാണ് സിനിമ കണ്ടവർ എക്സിൽ കുറിക്കുന്നത്. മാത്യു മക്കോനാഗെ, ആൻ ഹാത്വേ, ജെസിക്ക ചാസ്റ്റൈൻ, മൈക്കൽ കെയ്ൻ എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത്. ഇതിനു മുൻപും ഇന്റർസ്റ്റെല്ലാർ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. $165 മില്യൺ ഒരുങ്ങിയ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് $730.8 മില്യൺ ആയിരുന്നു.